ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്നിനെക്കുറിച്ചും, ഒന്നിച്ച് വായിച്ച്, ഒന്നിനെക്കുറിച്ചും എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇതൊരു 10 പ്രാവശ്യം വായിച്ചാൽ മതി. പതുക്കെ പതുക്കെ സമാധാനത്തിലേക്ക് നമ്മളിങ്ങനെ പടിപടിയായിട്ട് കയറി വരും. ആദ്യം പറയുക, ഒന്നിനെക്കുറിച്ചും ചുമ്മാ വിചാരപ്പെടാതിരിക്കുക, ചുമ്മാ വിചാരപ്പെടാതിരിക്കുക. ചിന്തിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചിന്തിച്ച് അതൊരു വിചാരപ്പെടലാകരുത്, ഒരാകുലതയിലേക്ക് പോകരുത്. ഒരു സമ്മർദ്ദം നമ്മുടെ അകത്ത് അത് മുഖാന്തരം ഉണ്ടായിരുന്നു. എല്ലാം കർത്താവ് നോക്കും, എല്ലാം കർത്താവ് നോക്കിക്കോളും, കർത്താവ് എല്ലാം നോക്കിക്കോളും. കർത്താവിനെ നോക്കി ഇറങ്ങിയവരെ കർത്താവ് നോക്കാതിരിക്കുമോ? കർത്താവിനെ നോക്കി ഇറങ്ങിയവരെ കർത്താവ് നോക്കാതിരിക്കുമോ? യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നോ? എന്താ അവർ പറഞ്ഞേ? ഒരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ തന്നെയായിരിക്കും എന്നും. ദൈവത്തെ നോക്കി ഇറങ്ങിയ മനുഷ്യരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. അബ്രഹാം ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്ന മനുഷ്യനാണ്. എന്തെങ്കിലും കുറവ് വന്നോ? ഇല്ല. അത്ഭുതകരമായിട്ട് ദൈവം അബ്രഹാമിനെ നടത്തുകയായിരുന്നു. ദൈവം വിളിച്ചിറക്കിയപ്പോൾ ആ വിളി കേട്ട് ഇറങ്ങി വന്നവർ, അഥവാ ദൈവത്താൽ നടത്തപ്പെട്ടവരെല്ലാം കുറവില്ലാതെ ദൈവം അവരെ നടത്തുകയായിരുന്നു. നമ്മൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തേക്കുന്നത് മരുഭൂമിയിൽ ദൈവം അവർക്ക് വിരുന്നൊരുക്കിയെന്നാണ് വായിച്ചത്, അല്ലേ? മരുഭൂമി മുട്ടുവരാതെ ദൈവം അവരെ പോഷിപ്പിച്ചെന്ന് എഴുതിയേക്കുന്നത്. നമ്മുടെ കാര്യമോ? വേദപുസ്തകം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. ആമേൻ. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തി പതിയട്ടെ.